ഹലോ, സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇത് വീഡിയോസ് കാണുന്നവരായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞത് കണക്ക് കൂട്ടുന്നത്, പ്ലസ് വെച്ചിട്ടുള്ള കണക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ കണക്ക് കുറക്കുക, നമ്മൾ എങ്ങനെ സബ്ട്രാക്ഷൻ ചെയ്യും എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കേൾക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മുതലേ ആണ് തുടങ്ങുന്നത്. അപ്പം ഏതൊരു കണക്ക് കൂട്ടാനോ കുറക്കാനോ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണക്ക് കുറക്കാൻ. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ട്? കണക്ക് കുറയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെ നമ്മൾ ഈ കണക്ക് കുറക്കുന്നത്? എന്താണ് ഈ കുറക്കുക മീൻസ് പറഞ്ഞേ. ഇപ്പോൾ ഇവിടെ എന്താ മനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിൻ്റെ, ഈ മനു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീൻ്റെ അടുത്തിൽ 5 ബോളുണ്ട്. എത്ര ബോളാണ് ഉള്ളത്? 5 ബോളുണ്ട് അല്ലേ. ഇത് കണ്ടിട്ട് ബോളാ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ 5 ബോളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണേ, 2 ബോളും നമ്മൾ എന്ത് ചെയ്യണം, ചിഞ്ചുവിന് കൊടുക്കണം. ഈ 5 ബോൾ കുറക്കണം. 2 ബോൾ ആർക്കാണ് കൊടുക്കണ്ടേ? ചിഞ്ചുവിന് കൊടുക്കണം അല്ലേ. അപ്പോൾ പിന്നെ ബാക്കി മനുവിൻ്റെ കയ്യിൽ എത്ര ബോളുകൾ ഉണ്ടാവും പറഞ്ഞേ? അതെ, വെരി ഗുഡ്. ബാക്കി എത്ര ബോളുകളാണ് ഉണ്ടാവുക? 3 ബോളുകൾ ഉണ്ടാവും അല്ലേ. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഈ സംഖ്യ 5 ബോളാണല്ലേ. 5 അവിടെ മൈനസ് കുറക്കണം. നമ്മൾ ഈ കുറക്കണം എന്നുള്ള ചിഹ്നം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ. ഇനി ഇവിടെ എത്ര ബോളാണ് ഉള്ളത്? ഇവിടെ എത്ര ബോളാണ്? 2 ബോളല്ലേ. അപ്പോൾ 2 5 2 പോയാൽ എത്രയാ? കയ്യിൽ 5 വിരലെടുക്കുക, അതിൽ നിന്ന് 2 കുറക്കുക. കിട്ടിയില്ലേ? 3. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു കണക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത കണക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ 10 എന്നുള്ളൊരു സംഖ്യ ഉണ്ടല്ലേ. ഈ 10 എന്നുള്ള സംഖ്യ കുറക്കണം. 5 സമം ഇതാണ് നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള കണക്ക് കുറക്കാം എന്നതിൻ്റെ ഒരു ഇതാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൽ നിങ്ങൾ ഈ ഒരു അക്കം ശ്രദ്ധിച്ചോ? അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം ശ്രദ്ധിച്ചോ? ഈ ചിഹ്നമാണ് എന്ത്, നമ്മൾ കുറക്കുമ്പോൾ ഇടുന്ന ചിഹ്നം. അതായത് മൈനസ് എന്നൊക്കെ പറയും. ഇതാണ് കുറക്കുന്നതിന് നമ്മൾ ഇടുന്ന ചിഹ്നം. ഈ ചിഹ്നം ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, കുറയ്ക്കാൻ. എങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കൂട്ടുകയാണോ കുറക്കുകയാണോ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ചിഹ്നം പ്രധാനമാണ്. അപ്പോൾ ഈ ചിഹ്നം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണക്ക് കുറച്ച് നോക്കല്ലേ. ഇവിടെ എത്രയാ സംഖ്യ? 10. 10 കുറച്ചേ, 10 കുറക്കണം 5. 10 5 കുറച്ചാൽ എത്രയാണ്? 10. നമ്മുടെ കയ്യിൽ ആകെ എത്ര വിരലുകളുണ്ട്? 2 കയ്യിലും കൂടെ 10 വിരലുകളില്ലേ. ആ 10 വിരലിൽ നിന്ന് 5 വിരൽ കുറച്ചേ. ഇപ്പോൾ കിട്ടിയോ? ബാക്കി എത്ര വിരലുള്ളത്? 5 വിരലല്ലേ. അപ്പോൾ നമ്മൾ സമം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 5 എന്ന് ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ ഈ ഉത്തരം എല്ലാവർക്കും കിട്ടിയില്ലേ. വെരി ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക് 15 മൈനസ് 2. 15 മൈനസ് 2. ഒന്ന് പറഞ്ഞേ, ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തിയേ. 15 2 പോയാൽ എത്രയാ? 15 15 പോയി, പിന്നെ 14 പോയി, 2 ആൾക്കാർ പോയല്ലോ. പിന്നെ എത്രയാണ് അവിടെ ഉള്ളത്? 13. വെരി ഗുഡ്. 13 ഇതും എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. അടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതുവരെ നമ്മൾ നേരെ എഴുതിയിട്ടല്ല ചെയ്തത്. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 10 കുറക്കണം 5. ഈ ഒരു കണക്ക് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ കുറക്കുന്ന ചിഹ്നം ഏതാ? ഇതാക്കണേ. നമ്മുടെ കുറക്കുന്ന ചിഹ്നം ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഈ 10 കുറക്കണം 5 ഒന്ന് ചെയ്തേ. ഇവിടെ 10 ഉണ്ടല്ലേ. 10 ഉണ്ട്. 10 5 കുറച്ചേ. എങ്ങനെ ഇത് കുറക്കുക നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഭാഗത്തുള്ളത്, അതായത് ഈ ഭാഗത്തുനിന്ന് വേണം കുറക്കാൻ. അപ്പം ഇവിടെ ഇപ്പോൾ ഏത് സംഖ്യയാണുള്ളത്? ഇവിടെ ഏത് സംഖ്യ? ഇവിടെ 0 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 0ത്തിൽ നിന്ന് 5 കുറക്കാൻ കഴിയുമോ? നിങ്ങളടുത്ത് 0 മിഠായി ഉണ്ട്, അതിൽ നിന്ന് 5 മിഠായി കുറക്കണം പറഞ്ഞാൽ അത് കഴിയുമോ?
ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇതാക്കണേ, ഇവിടെ ഒരാളുണ്ടല്ലോ, ആ ഒന്നിനെടുത്തിട്ട് ഈ 10ൻ്റെ കൂടെ കൂട്ടിയാൽ എത്രയാ? 10 അല്ലേ? അപ്പോൾ 10 5 കുറച്ചാൽ എത്രയാ ഉത്തരം കിട്ടുക? 5. മനസ്സിലായോ? ഇനി അടുത്തൊരു കണക്ക് തരാം. 13 കുറക്കണം 1. ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് ഏതൊക്കെ സംഖ്യയാണ്? 3 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ ഉണ്ടല്ലേ. 3, അതേപോലെ തന്നെ ഇവിടെ 1 ഉണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നല്ലേ കുറക്കണ്ടേ? അപ്പോൾ ഈ 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? പറഞ്ഞേ ഉത്തരം. 3ൽ നിന്ന് 1 കുറച്ചാൽ ഇത് 3 1 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 2. ഇനി ഈ ഇവിടെ 1 മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ 1 നമ്മൾ ഇറക്കി. കണ്ടോ? 12 ഉത്തരം കിട്ടി. എത്ര സിമ്പിളായിട്ടാണ് ഉത്തരം കിട്ടിയത്. അടുത്തൊരു കണക്ക് തരാം. അടുത്തത് 22 കുറക്കണം 11. ഇതൊന്ന് ചെയ്തേ. ഇത് ചെയ്യാൻ സമയം തരാം. ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം എല്ലാവരും ചെയ്തേ. ചെയ്തവർക്കൊക്കെ സ്റ്റാർ തരാം. വേഗം ചെയ്തേ ഇതിൻ്റെ ഉത്തരം. ചെയ്തോ? ഇപ്പോൾ ഇവിടെ എത്രയാണ്? 2. 2ഉം ഇവിടെ 1 ഉണ്ടല്ലേ. നമ്മൾ കുറക്കുമ്പോൾ ആദ്യം സൈഡിൽ നിന്നല്ലേ തുടങ്ങുക. അപ്പോൾ അവിടെ 2 ഉണ്ട് 1 ഉണ്ട്. 2ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? വളരെ സുഖമാണ്. 2ൽ നിന്ന് 1 പോയാൽ 1. ഇവിടെ അതേപോലെ തന്നെ 2 കുറക്കണം 1 ഉണ്ടോ? 2 അവിടെ കുറക്കണം അവിടെ 1 2 കുറക്കണം 1 11 ഉത്തരം കിട്ടിയില്ലേ? എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഇനി ക്വിസിന് ചെയ്യാനായിട്ട് ഒരു 2 ഹോംവർക്ക് തരാം കേട്ടോ. ഒരു ഹോംവർക്ക് 25 കുറക്കണം 13. അടുത്ത ഹോംവർക്ക് 18 കുറക്കണം 2. ഇത് രണ്ടും ചെയ്തിട്ട് എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്കിനിയും കുറക്കുന്നതിൻ്റെ വലിയ ഇത് പഠിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതാണ്. അപ്പം വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി.